ഹായ് ഗായ്സ്, കലിപ്രോ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് ഇത്തവണ 11 മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ 2 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതെന്തായാലും നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷിൻ്റെ പൊസിഷന് യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. ഇപ്പോൾ വമ്പിച്ച ഒരു വോട്ട് മുന്നേറ്റം മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50,120 നിന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ ഷാനവാസാണുള്ളത്. ഷാനവാസും നല്ലൊരു വോട്ടിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ഒരു നമ്പർ 1 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. 33,201 വോട്ടോടുകൂടി 2ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 3ാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെയാണ് തുടരുന്നത്. നേരത്തെ വേദലക്ഷ്മി പരിങ്ങിയെങ്കിലും ഇപ്പോൾ ആദിലെ അട്ടിമറിച്ചുകൊണ്ട് 3ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. 25,007 വോട്ടോട് കൂടി 3ാം പൊസിഷനിലാണുള്ളത്. 4ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലേക്ക് നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഹെയ്റ്റേഴ്സിൻ്റെ പ്രഭാവം കൊണ്ട് തന്നെയാണ് ഇത് നടന്നത്. 24,122 വോട്ടോട് കൂടി 4ാം പൊസിഷനിലേക്ക് വീണിരിക്കുകയാണ്. 5ാം പൊസിഷനിൽ ജിസേൽ തന്നെയാണ് തുടരുന്നത്. ജിസേലിനും നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. 24,225 വോട്ട് നേടി ആദിലയുടെ തൊട്ട് പിന്നിലായി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി ജിഷിൻ കയറി വന്നിരിക്കുകയാണ്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ജിഷിൻ 6ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. നേരത്തെ 7ാം പൊസിഷനിലായിരുന്നു. ഇപ്പോൾ 22,986 വോട്ട് നേടി 6ാം പൊസിഷനിലാണുള്ളത്. 7ാം പൊസിഷനിലേക്ക് അക്ബർ വീണുപോയിരിക്കുകയാണ്. അക്ബറിന് ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. 22,980 വോട്ട് നേടിയാണ് 7ാം പൊസിഷനിലുള്ളത്. 8ാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുകയാണ്. ആര്യൻ ഇപ്പോൾ വമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അക്ബറുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആര്യൻ. ഇപ്പോൾ 22,900 വോട്ട് നേടി 8ാം പൊസിഷനിലാണുള്ളത്. 9ാം പൊസിഷനിൽ അട്ടിമറി നടത്തിയ സാബുമാൻ കയറി വന്നിട്ടുണ്ട്. ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. 22,670 വോട്ടാണ് നേടിയിരിക്കുന്നത്. 10ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും സാബുമാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൻ്റെ പേരിൽ പിന്നിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 22,150 വോട്ട് നേടി 10ാം പൊസിഷനാണുള്ളത്. 11ാം പൊസിഷനിൽ അഭിലാഷ് തന്നെയാണ് തുടർന്ന് ഇത്തവണ പുറത്തു പോകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 21,800 വോട്ട് നേടി ഡേഞ്ചർ സോണിലായിട്ടുള്ള 11ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്.